ആം ആദ്മി പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം സംഘടിപ്പിക്കുന്ന പ്രചാരണ യാത്രയുടെ മൂന്നാമത്തെ പൊതുവേദിയിലാണ് ഞങ്ങൾ ഇന്ന് ആയിട്ടുള്ളത്. ഭാരതത്തിന്റെ സംസ്കാരത്തെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഏതൊരു രാഷ്ട്രത്തോടും കിടപിടിക്കുന്ന സമ്പത്ത് വ്യവസ്ഥയുള്ള, പ്രകൃതി വിഭവങ്ങളുള്ള, മനുഷ്യ സമ്പത്തുള്ള ഒരു രാഷ്ട്രമാണ് ഭാരതം. 1947 ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്നും രാജ്യം സ്വതന്ത്രമായി എന്ന് നമ്മൾ അഭിമാനിക്കുകയും രാജ്യത്തെക്കുറിച്ച് ശോഭനമായ പ്രതീക്ഷകൾ നമ്മൾ വെച്ചു പുലർത്തുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച് ഏതാണ്ടും 7 പതിറ്റാണ്ട് പിന്നിട്ടതിന് ശേഷവും ഭാരതം അതേ ദാരിദ്ര്യാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നുള്ളത് വളരെയധികം ആശ്ചര്യജനകമാണ്. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം സ്വാതന്ത്ര്യം പ്രാപിച്ച ധാരാളം രാജ്യങ്ങൾ ഇന്ന് വികസിത രാഷ്ട്രങ്ങളായി പരിലസിക്കുമ്പോൾ ഭാരതം മാത്രം ഇന്നും അവികസിത രാഷ്ട്രമായി തുടരുന്നതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ? നമ്മുടെ രാജ്യത്ത് സാധാരണക്കാരായ മനുഷ്യരുടെ സ്ഥിതികൾ ഇന്നും അതേ അവസ്ഥയിൽ തുടരുകയും സാധാരണക്കാരുടെ ജീവിതോന്നമനത്തിന് ആവശ്യമായ യാതൊരു തരത്തിലുള്ള നടപടികളോ പദ്ധതികളോ കാലാകാലങ്ങളിലായി നമ്മൾ വിജയിപ്പിച്ചു വിടുന്ന രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കാതെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന്റെ ഭരണഘടനയെ വളച്ചൊടിക്കുമ്പോൾ, നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ വിഡ്ഢികളാക്കപ്പെടുന്നത് വോട്ട് ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളാണ്.